ഈ ഒരു ഫീൽഡിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ട്രഗിളിംഗ് ആണ്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കും ജോലി ആയില്ലേ എന്ന്. എന്താ കുട്ടിയെ ജോലി വല്ലതും ആയോ? എന്ത് ജോലി? അപ്പോൾ അത് നമ്മളൊരു വാശിയായിട്ട് എടുക്കുക. അവർക്കെല്ലാം റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു എക്സാം കിട്ടുമ്പോൾ മാത്രമാണ്. എൻ്റെ പേര് പ്രിൻസി. ഞാൻ കൊല്ലം ഇരവിപുരത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു BSc മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഫാത്തിമ നാഷണൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് എന്തായാലും ബാങ്ക് തന്നെ നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ PG പോകണോ, PG കഴിഞ്ഞിട്ട് ബാങ്ക് കോച്ചിങ്ങിന് വരണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ വിചാരിച്ചു PG പോകുന്ന സമയം കൂടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഏത് ബാങ്ക് കോച്ചിങ് സെൻ്ററാണ് നല്ലതെന്ന് അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ ഒരു ചേച്ചിയാണ് ICT സജസ്റ്റ് ചെയ്തത്. ICT കൊല്ലം ബാങ്ക് SSC പരീക്ഷാ പരിശീലന രംഗത്തെ പ്രമുഖ സ്ഥാപനം. ഇവിടെ വന്ന സമയത്ത് വളരെ ബേസിക്കായിട്ട് തന്നെയാണ് ക്ലാസ്സൊക്കെ എടുത്തു തന്നിരുന്നത്. മനസ്സിലാവാത്തത് വീണ്ടും ഇവിടുത്തെ 1 to 100 വീഡിയോസ് ആപ്പിൽ അവൈലബിൾ ആണ്. അത് തന്നെയാണ് റിപ്പീറ്റായിട്ട് കണ്ട് പഠിച്ചത്. അപ്പം നമുക്ക് എന്തിനും വേണ്ടതൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ അത് ഞാൻ സ്ട്രോങ് ആക്കിയത് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ മെത്തേഡ്സും എല്ലാം വെച്ചിട്ട് തന്നെയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ ജയകൃഷ്ണൻ നയിക്കുന്ന അധ്യാപക സംഘം. പിന്നെ എനിക്ക് എക്സാം ഹോളിൽ കയറുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും മാറ്റിയത് ICTയിലെ ലാബിലിരുന്ന് എക്സാംസ് ചെയ്ത് പഠിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു എക്സാം അറ്റ്മോസ്ഫിയർ കിട്ടാറുണ്ട് ലാബിലിരുന്ന് എക്സാം ചെയ്യുമ്പോൾ. കാലാനുസൃതമായി പരിഷ്കരിച്ച ചോദ്യപേപ്പറുകളുടെയും മുൻകാല ചോദ്യപേപ്പറുകളുടെയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശേഖരം. ഇനി വരാനുള്ള ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാംസ് നടക്കുന്ന സമയമാണ്. അപ്പം ഈ 2-3 മാസം നിങ്ങൾ നന്നായിട്ട് തന്നെ 100% ഇട്ട് പഠിക്കുക. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അത് ഏതെങ്കിലും ഒരുപാട് എക്സാംസ് ഉണ്ട് ബാങ്കിൽ തന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക. ജോലി കിട്ടിയിട്ടുള്ള ആഫ്റ്റർ ലൈഫ് സ്വപ്നം കണ്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.